സെക്കൻഡ് യൂണിറ്റ് ഇന്ത്യ ഈസ് മൈ കൺട്രി ആണ് ഇന്ന് എടുക്കുന്നത്. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഫോറിനേഴ്സ് ആരാന്നുള്ളതും അവരെങ്ങനെയാണ് നമ്മുടെ റൂളേഴ്സ് ആയി മാറിയത് എന്നുള്ളതും പിന്നെ ഫ്രീഡം സ്ട്രഗിൾ എന്താന്നുള്ളതും ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട മൂവ്മെന്റ്സിനെ കുറിച്ചും ഇന്ത്യക്ക് എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത് എന്നുള്ളതും ഇപ്പോഴത്തെ ഇന്ത്യനെ കുറിച്ചും, അതായത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാ, യൂണിയൻ ടെറിട്ടറീസ് എത്രയാണ്, ഓരോ സ്റ്റേറ്റ്സിലും എന്താണ് ലാംഗ്വേജ്, അതിന്റെ കൾച്ചർ എന്താണ്, അതുപോലെ തന്നെ ആർട്ട് ഫോം എന്താന്നുള്ളതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് യൂണിറ്റിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സ്കൂളില് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ നടക്കുന്നതാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. മേഘ ടീച്ചർ ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് അസൈൻ ചെയ്യാണ്. കുറച്ച് കുട്ടികൾക്ക് കൊടുത്ത ടാസ്ക് ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ചിട്ടുള്ള ഒരു മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു ലൈബ്രറിക്ക് പോയിരിക്കുകയാണ്. സ്കൂൾ ലൈബ്രറിയിലേക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ അവര് വിനയൻ സാറിനെ മീറ്റ് ചെയ്യും. അവര് പണ്ടത്തെ ടീച്ചർ ആയിരുന്നു. സാർ അപ്പൊ കുട്ടികളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് കേട്ടോ. അവിടെ വിനയൻ സാറ് കുട്ടികളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹൂ വർ ദ ഫോറിനേഴ്സ് ഹു റൂൾഡ് അവർ കൺട്രി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏത് വിദേശികളാണ് നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്നത് എന്ന് സാർ ചോദിക്കുന്നുണ്ട്. അവിടെ ആൻസർ കുട്ടി പറയുന്നുണ്ട് അല്ലെ, ആരാണ്? ദ ബ്രിട്ടീഷ് ആണ് അല്ലെ. അടുത്തത് വിനയൻ സാർ ചോദിക്കുന്നുണ്ട് ഹൗ ദി ബിക്കെയിം അവർ റൂളേഴ്സ്, നമ്മളുടെ റൂളേഴ്സ് ആയിട്ട് അവരെങ്ങനെയാണ് മാറിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് സാറ് ലൈബ്രറിയിൽ നിന്ന് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പിക്ചർ സ്റ്റോറി ബുക്കാണ് ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് നമ്മുടെ റൂളേഴ്സ് ആയിട്ട് മാറിയത് എന്നുള്ളത് നമുക്ക് ഈ പിക്ചർ സ്റ്റോറി ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ബൈ ഷിപ്സ് ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ. ഫോറിനേഴ്സ് കപ്പലുകളിലാണ് ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ, പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങൾ വാങ്ങുന്നതിനുമാണ് അവര് എത്തിയത്. ഗ്രാജുവലി ദേ ഒബ്റ്റെയിൻ സ്പെഷ്യൽ പ്രിവിലേജസ് ഫ്രം ദ കിങ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഫാക്ടറീസ് ഹിയർ. പതുക്കെ അവർ രാജാക്കന്മാരിൽ നിന്ന് സ്പെഷ്യൽ പ്രിവിലേജസ് എന്ന് പറഞ്ഞാല് പ്രത്യേക ആനുകൂല്യങ്ങൾ കേട്ടോ, പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ ഫാക്ടറീസ് സ്ഥാപിച്ചു. ഫാക്ടറീസ് എന്ന് പറഞ്ഞാല് വ്യവസായശാലകള്. Since the rulers of different provinces in India considered each other as enemies and at war, the foreigners found it easy to enhance their power. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാര് പരസ്പരം ശത്രുക്കളായി നിന്നതിനാല് വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. They conquered the natives with advanced war tactics and weapons like cannons and guns. നൂതന യുദ്ധതന്ത്രങ്ങളും പീരങ്കികളും തോക്കുകൾ തുടങ്ങിയ ആയുധങ്ങളും ഉപയോഗിച്ച് അവർ ഇന്ത്യക്കാരെ കീഴടക്കി കേട്ടോ. നേറ്റീവ്സ് എന്ന് പറഞ്ഞാല് തദ്ദേശവാസികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ. ഇവൻച്വലി ദ ബ്രിട്ടീഷ് ടുക്ക് ഓവർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആഫ്റ്റർ എക്സേർട്ടിംഗ് കൺട്രോൾ ഓവർ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ദ കിങ് ദംസെൽസ്. ഒടുവിൽ കൃഷി, വ്യാപാരം, രാജാവ് എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം ബ്രിട്ടീഷുകാര് നാട്ടുരാജ്യങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓവർ ദ ടൈം ദ ബ്രിട്ടീഷ് ഡോമിനേറ്റഡ് ദ എൻറ്റയർ റീജിയൻ ഓഫ് ഇന്ത്യ. കാലക്രമേണ ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തും ആധിപത്യം സ്ഥാപിച്ചു. ഇന്ത്യ വാസ് അണ്ടർ their control for almost next 200 years. അടുത്ത 200 വർഷത്തേക്ക് ഇന്ത്യ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇതാണ് ടീച്ചർ സ്റ്റോറി ബുക്കിലുള്ളത് കേട്ടോ. അപ്പൊ എന്തിനാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനൊക്കെയാണ്? ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ എന്ന് പറഞ്ഞു അല്ലെ. ദെൻ അവരെന്ത് ചെയ്തു? അതിനുശേഷം അവര് രാജാക്കന്മാരുടെ അടുത്ത് നിന്ന് സ്പെഷ്യൽ പ്രിവിലേജസ് എല്ലാം നേടിയെടുത്തിട്ട് അവിടെ ഫാക്ടറീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ കൺട്രോള് അവർക്ക് നേടിയെടുക്കാൻ പറ്റിയത് എങ്ങനെയാണ്? അതായത് ഇവിടുത്തെ റൂളേഴ്സ് കിങ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ ചെയ്തിരുന്നത് എനിമീസ് ആയിട്ടാണ്. അതുകൊണ്ട് ഫോറിനേഴ്സിന് എളുപ്പത്തിൽ ഇവിടെ പവർ എൻഹാൻസ് ചെയ്യാൻ പറ്റി. അഡ്വാൻസ്ഡ് വാർ ടാക്ടിക്സും അതുപോലെ തന്നെ വെപ്പൺസ്, കാനൺസ്, ഗണ്ണ് എന്ന പോലുള്ള വെപ്പൺസ് എല്ലാം ഉപയോഗിച്ചിട്ട് അവർക്ക് ഇന്ത്യയിലെ ആൾക്കാരെ കീഴ്പ്പെടുത്താൻ പറ്റി. അങ്ങനെ ഒടുവിൽ കൃഷി, വ്യാപാരം അതിന്റെ മുകളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് നാട്ടുരാജ്യങ്ങളെല്ലാം അവര് ഏറ്റെടുത്തു. ക്രമേണ ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തും അവര് ആധിപത്യം സ്ഥാപിച്ചു. അടുത്ത 200 വർഷത്തോളം എന്താണ് ഇന്ത്യ അവരുടെ കൺട്രോളിലായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ഫോറിനേഴ്സ് കം ടു ഇന്ത്യ? എന്തിനാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലോട്ട് വന്നത് എന്ന് കേട്ടോ നമുക്കറിയാം. എന്തിനാ വന്നത്?
Foreigners came to India to buy spices like cardamom and black pepper and textiles like silk and cotton. Next question എന്താ? How the foreigners could easily establish power in India. അവർക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ അവരുടെ പവർ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്നാണ് കേട്ടോ. എങ്ങനെയാണ്? They got special privileges from Indian kings and set up factories here. അല്ലെ? The disunity among the Indian kings made it easy for foreigners to establish അല്ലെങ്കിൽ enhance their പവർ. എന്താണ് ഡിസ്യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ കിങ്സ് എന്ന് പറഞ്ഞാൽ ഐക്യമില്ലായ്മ കേട്ടോ. അതായത് ഇന്ത്യൻ രാജാക്കന്മാർക്കിടയിൽ ഐക്യമില്ലായ്മയാണ് കേട്ടോ ഫോറിനേഴ്സിന് എളുപ്പത്തിൽ ഇവിടെ അവരുടെ പവർ സ്ഥാപിക്കാൻ കഴിഞ്ഞത് കേട്ടോ. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ബ്രിട്ടീഷ് യൂസ് അഡ്വാൻസ് വെപ്പൺസ് ലൈക്ക് ഗൺസ് ആൻഡ് കാനൺ ആൻഡ് ആൾസോ ദ യൂസ് അഡ്വാൻസ് സ്മാർട്ട് വാർ ടാക്ടിക്സ് ടു വിൻ. അവര് കാനൻസ് പോലുള്ള നൂതന ആയുധങ്ങളും അതുപോലെ തന്നെ നൂതന തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരവിടെ വിൻ ചെയ്യാൻ സാധിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനെ 3 പോയിന്റ്സ് ആയിട്ട് പറയാം. മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഡിസ്യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ കിങ്സ് മേഡ് ഇറ്റ് ഈസി ഫോർ ഫോറിനേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ദെയർ പവർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ വേർ ഇന്ത്യൻസ് അൺഏബിൾ ടു ഹോൾഡ് ദെയർ ഓൺ ഇൻ ദ സ്ട്രഗിൾസ് വിത്ത് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്താണ്? ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ കിങ്സ് അല്ലെ, അതൊരു റീസൺ ആണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ബ്രിട്ടീഷ് ടു കൺട്രോൾ ഓവർ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ദ കിങ്സ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ബ്രിട്ടീഷ് യൂസ് അഡ്വാൻസ് വെപ്പൺസ് ലൈക്ക് ഗൺസ് ആൻഡ് കാനൻസ് ആൻഡ് ആൾസോ യൂസ് അഡ്വാൻസ് സ്മാർട്ട് വാർ ടാക്ടിക്സ് ടു വിൻ. ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതിരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സഫേർഡ് എ ലോട്ട് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ that made them to protest against the British. ബ്രിട്ടീഷുകാരുടെ ഭരണത്തില് ഇന്ത്യക്കാര് വളരെയധികം കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങിയത് കേട്ടോ. പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് പ്രതിഷേധിക്കുക. അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഫ്രീഡം സ്ട്രഗിൾ ആണ്, അതായത് സ്വാതന്ത്ര്യ സമരം. എന്താണ് ഫ്രീഡം സ്ട്രഗിൾ എന്ന് നോക്കാം. The people who were suffering under the British rule started protesting against them by breaking laws, declaring non-cooperation and organizing marches. Such protests are known as freedom struggle. അപ്പൊ എന്താണ് ഫ്രീഡം സ്ട്രഗിൾ അഥവാ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാർക്ക് കീഴില് ദുരിതം അനുഭവിച്ചിരുന്ന ആളുകള് നിയമം ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും മാർച്ചുകൾ സംഘടിപ്പിച്ചും അവർക്കെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. അത്തരം പ്രതിഷേധങ്ങൾ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ്സ്, ഫ്രീഡം ഫൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.